ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 14th ശ്ലോക. 14ാമത്തെ ശ്ലോകമാണ്. 13 മാത്രമേ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യ അഭിജാനാതി കർമ്മഭി നസ്സബധ്യതേ. മലയാളം: കർമ്മലേപമെനിക്കില്ല, ഫലമിച്ഛിപ്പതില്ല ഞാൻ, ഈ വഴിക്കെന്നെയോരും നോൻ കർമ്മബന്ധമണഞ്ഞിട. കർമാണി മാം ന ലിംബന്തി, കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല. മേ കർമ്മഫലേ സ്പൃഹ ന, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇതി മാം യഹ അഭിജാനാതി, ഇപ്രകാരം എന്നെ ആരാണ് അറിയുന്നവൻ, അവൻ സഹ കർമ്മഭിഹി ന ബധ്യതേ, കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, പക്ഷേ ഭഗവാൻ പറയാണ് ആ കർമ്മങ്ങൾ, ഭഗവാനും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇപ്പോൾ അർജുനെ ഉപദേശിക്കുക എന്നുള്ള കർമ്മമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്കെല്ലാം നേടിയെന്ന് വിചാരിച്ച്, ഞാൻ ജ്ഞാനിയാണ് എന്ന് വിചാരിച്ച് ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. ഞാനും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോരോ എവിടെയെല്ലാം അധർമ്മം തലപൊക്കുന്നോ അതിനെയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവതരിക്കുന്നു. എൻ്റെ കർമ്മങ്ങൾ ഞാൻ എപ്പോഴും അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഈ കർമ്മങ്ങൾ എന്നെ ബാധിക്കില്ല. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കില്ല. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. അത് പുണ്യകർമ്മമാണെന്നോ പാപകർമ്മമാണെന്നോ ഇതിൻ്റെ ഫലം എനിക്ക് നല്ലത് വരുത്തുമെന്നോ ചീത്ത വരുത്തുമെന്നോ അങ്ങനെയുള്ള യാതൊരു ആഗ്രഹങ്ങളും എനിക്കില്ല. ഇതാണ് ഞാൻ എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മസാക്ഷാത്കാരം നേടുന്ന ജ്ഞാനികളാണ് ഇങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അവരെന്നിലെത്തിക്കഴിഞ്ഞു. ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞവർക്ക് പിന്നെ ഒന്നിലും ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് കർമ്മബന്ധങ്ങളും ഉണ്ടാവില്ല. ഇത് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലും ഇതിനെപ്പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വെയിലത്ത് വെച്ചാൽ സൂര്യൻ്റെ നിഴൽ അതിൽ പ്രതിബിംബിക്കപ്പെടും. അപ്പോൾ സൂര്യൻ്റെ നിഴൽ നമ്മളത് കാണും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ കൈയിട്ട് വെറുതെ ആ വെള്ളത്തിനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഓളങ്ങൾ ഉണ്ടായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിട്ട് കാണാം. കാണാൻ നല്ല രസമുണ്ടാവും അതിൻ്റെ പ്രതിബിംബം ഇളകുമ്പോൾ. ഇനി അതിൽ വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും കലക്കാം. ചാണകമൊക്കെ കലക്കിയിട്ടില്ലേ നമ്മൾ പണ്ട് സൂര്യഗ്രഹണത്തിനൊക്കെ നോക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ, സൂര്യൻ്റെ റിഫ്ലക്ഷൻ ചാണകവെള്ളത്തിൽ കൂടെയാണ് നോക്കുന്നത്. കണ്ണിന് കേട് വരാതിരിക്കാൻ ഡയറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. സൂര്യഗ്രഹണമായാലും ചന്ദ്രഗ്രഹണമായാലും ഏതായാലും പ്രത്യേകിച്ച് സൂര്യഗ്രഹണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും കലക്കി നോക്കാം. അതിൽ പൊടികൾ എന്തെങ്കിലും കലക്കിയിട്ട് അതിന് കുറച്ച് ട്രാൻസ്പെറൻസി മാറ്റാം. അങ്ങനെ ആകുമ്പോൾ അത് മങ്ങും. അതിൻ്റെ പ്രതിബിംബം ക്ലിയറായിട്ട് നമുക്ക് കാണില്ല, കുറച്ച് മങ്ങിയിട്ടാണ് കാണുക. ഇതെല്ലാം പ്രതിബിംബത്തിനാണ് സംഭവിക്കുന്നത്. ആകാശത്ത് നിൽക്കുന്ന സൂര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറയാണ്. മനസ്സിലെ ദുഷ്പ്രവൃത്തികൾ, മാലിന്യങ്ങളൊക്കെ ബാധിക്കുന്നത് ജീവനെയാണ്. ആ ജീവനിലും ഉപരിയാണ് എന്ത്? ആത്മാവ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്ക് എന്തുണ്ടാവുന്നില്ല? കർമ്മബന്ധം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വളരെയധികം ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ആ വസ്തുവിനെ പറ്റി മുഴുവനായിട്ടുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അതുപോലെ ധ്യാനത്തിൻ്റെ പരമാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നാം ആത്മാവിനെ അറിയും. അപ്പോൾ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മസാക്ഷാത്കാരമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കർമ്മബന്ധവും ഉണ്ടാകുന്നില്ല. ഇനി 15ാമത്തെ ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. മലയാളം:
പണ്ടേ മോക്ഷം കൊതിക്കുന്നോർ കണ്ടറിഞ്ഞതിതേ വഴി വീണ്ടുകൊള്ളുക കർമ്മത്തെ പണ്ടുള്ളോർ ചെയ്ത മാതിരി. മലയാളം വരുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അച്ഛന് കോടി കോടി നമസ്കാരം. ഇങ്ങനൊരു ബുക്ക് എഴുതി വെച്ചു, മാത്രമല്ല അത് സൂക്ഷിച്ചു ഇത്രയും കാലം. ഒരു കോപ്പിയൊക്കെ ഉള്ളൂ കയ്യിൽ, എന്നാലും ഞാനത് സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് എനിക്കും ഇപ്പോൾ അതൊരു ഉപകാരമായി. ഓക്കെ. ഏവൻ ജ്ഞാത്വാ പൂർവൈഹി മുമുക്ഷുഭിഃ അഭി കർമ്മഃ കൃതം. ഇപ്രകാരം അറിഞ്ഞിട്ട്, നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എന്നെ അറിഞ്ഞിട്ട് മുമ്പുള്ള മുമുക്ഷുക്കളും കർമ്മം ചെയ്തിട്ടുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് മുമുക്ഷുക്കളും കർമ്മം ചെയ്തിട്ടുണ്ട്. തസ്മാത് പൂർവൈഹി പൂർവതരം കൃതം ത്വം കർമ്മ ഏവ കുരു. അതിനാൽ പൂർവികന്മാർ പണ്ട് ചെയ്തു വന്ന പോലെ തന്നെ നീയും കർമ്മം തന്നെ ചെയ്യുക. അർജുനനോടുള്ള ഉപദേശമാണ്. ഞാനല്ല കർത്താവ്, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല. ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ കാര്യം, അങ്ങനെയല്ല. ഞാൻ കർത്താവല്ല, ഞാനാണ് നിശ്ചയിക്കുന്നത്. ഭഗവാൻ പറയുന്നു ഞാൻ കർത്താവല്ല എന്ന്, നമ്മളാണ് പറയുന്നത് ഞാൻ കർത്താവല്ല. ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാനല്ല ചെയ്യുന്നത്. എൻ്റെ ദേഹമെന്ന ഒരു ഉപകരണത്തിലൂടെ ഭഗവാൻ അത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ആസക്തിയുമില്ല. എന്തായിരിക്കും ഇതിൻ്റെ ഫലം എന്ന ചിന്ത എനിക്ക് വരരുത്. ഇങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനല്ല അതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പം എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് തന്നെ ചെയ്യണം എന്നുള്ളത്, അതാണ് സ്വധർമ്മം അനുഷ്ഠിക്കൽ എന്ന് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പണ്ട് കാലം മുതലേ മോക്ഷം ഇച്ഛിക്കുന്ന എത്രയോ ആൾക്കാർ ഇങ്ങനെ ശീലിച്ച് മോക്ഷം നേടിയവരാണ്. ഇതേപോലെ പ്രവർത്തിച്ച് മോക്ഷം നേടിയവരാണ്. അപ്പം ഇതാണ് കർമ്മയോഗം. ഇതിൽ പുതിയതായിട്ടൊന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. അർജുന, നീ അറിയൂ, ഇത് പണ്ട് കാലം മുതൽക്കേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് അനുഷ്ഠിക്കുന്ന ചില കർമ്മങ്ങൾ പോലെ നീയും ഈ മാർഗത്തിൽ തന്നെ തുടരൂ. ഇതാണ് ഏറ്റവും നല്ലതെന്ന് പണ്ടേ തെളിയിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പൂർവികന്മാരാൽ. അതുകൊണ്ട് അർജുന, നീയും നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നതാണ് നിനക്ക് ശ്രേയസ്കരമെന്ന് ഭഗവാൻ വീണ്ടും ഉപദേശിക്കുകയാണ്. അർജുനനെ ഉപദേശിച്ച് കൊണ്ടുവരലാണല്ലോ ഭഗവാന്റെ കടമ. അത് ഭഗവാൻ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു. അപ്പം ഭഗവാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആദ്യം വിഷണ്ണനായിട്ട് നിന്ന അർജുനൻ ഉപദേശങ്ങൾ കേൾക്കാമെന്നായി. ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തൻ്റെ സംശയങ്ങളെല്ലാം ഭഗവാനോട് ചോദിക്കുന്നു. അതിന് കൃത്യമായിട്ട് എല്ലാം പഠിച്ചു പോയിട്ട് ഒരു കുട്ടി പരീക്ഷ പേപ്പറിൽ വിചാരിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഭഗവാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അർജുനന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മയോഗം അനുഷ്ഠിക്കണമെന്ന് ഭഗവാൻ പറയേണ്ട താമസം അർജുനൻ അനുസരിക്കും. പക്ഷെ അപ്പോഴും ഇനിയുമുണ്ട് സംശയങ്ങൾ, ഇനിയും നിലനിൽക്കുമല്ലേ. അപ്പോൾ ഈ കർമ്മം ചെയ്യണം, കർമ്മയോഗം അനുഷ്ഠിക്കണം. അപ്പോഴും കർമ്മം അകർമ്മം വികർമ്മം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള വല്ല സംശയവും വരുമോ എന്നുള്ളതുണ്ട്. അതാണ് 16ാമത്തെ ശ്ലോകത്തിൽ. ഇനി 16ാമത്തെ ശ്ലോകം. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യതമോഹിത കവയഃ അഭി മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കർമാകർമ്മങ്ങളെ ചൊല്ലി പണ്ഡിതന്മാരും അജ്ഞരാം, അക്കർമ്മമാർഗം ചൊല്ലിയിടാം അശുഭം വിട്ടു നിൽക്കുവാൻ. ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്, ഏതാണ് ശരിയായിട്ടുള്ള കർമ്മം എന്നുള്ളതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ പറഞ്ഞുതരാം. കർമ്മഃ കിം അകർമ്മഃ കിം ഇതി അത്ര കവയഃ അഭി മോഹിതാഃ. കർമ്മം എന്താണ് അകർമ്മം എന്താണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ തത്വദർശികൾക്ക് പോലും ഒരു സംശയമുണ്ട്. അവർ പോലും വിഷമിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. യത് ജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ
തത് കർമ്മ തേ പ്രവക്ഷ്യാമി. ഏത് അറിഞ്ഞാൽ ചിത്തകാര്യങ്ങളിൽ നിന്ന് നീ മുക്തനാവുന്നുവോ ആ കർമ്മത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇപ്പം സാധാരണ നമ്മൾ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ, അതായത് സംസാര ലോകത്തിൽ ജീവിക്കുന്നവർ നമ്മുടെ കൈ, കാല്, കണ്ണ്, മൂക്ക് ഇങ്ങനെയുള്ള അവയവങ്ങളെ കൊണ്ട് ബാഹ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് കർമ്മം. ഒന്നും ചെയ്യാതിരിക്കുന്നത് അകർമ്മം. ഇത് നമ്മുടെ ഒരു വ്യാഖ്യാനം കേട്ടോ, അതാണ് നമ്മുടെ വിശ്വാസം. ഇത് ഫിസിക്സിൽ വർക്ക് ചെയ്തോ വർക്ക് ചെയ്തില്ലേ എന്ന് പറയുന്ന മാതിരിയാണ്. വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ബോഡി ഒരു സ്ഥലത്തു നിന്ന് നീങ്ങണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, എന്നാലേ വർക്കാവുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഉച്ച വരെ ഇരുന്ന് പഠിച്ചു മിസ്, അതൊരു വർക്കല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഫിസിക്സിൽ അത് വർക്കല്ല. ബിക്കോസ് അയാൾ അവിടെ നിന്ന് നീങ്ങുന്നില്ല, അയാൾ അവിടെ ഇരുന്ന് പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു ബോഡി നീങ്ങണം, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ ഒരു ബോഡി നീങ്ങണം, എന്നാൽ മാത്രമേ അതിനെ വർക്ക് എന്ന് പറയുള്ളൂ. അതേപോലെ ഇവിടെ നമ്മൾ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്തത് കർമ്മം, ഒന്നും ചെയ്യാതിരിക്കുന്നത് അകർമ്മം. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഇല്ല, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതല്ല കർമ്മവും അകർമ്മവും എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ശരിയായത് പോയി പറഞ്ഞുതരാം. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് നല്ലതോ ചീത്തയോ ആവുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാം കർമ്മം ചെയ്യുന്നത്? അപ്പോൾ ആ കർമ്മം ചെയ്യേണ്ടതാണോ, അത് കർമ്മമാണോ അകർമ്മമാണോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെ. അത് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കേണ്ടതാണ്. കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കർമ്മം ചെയ്യുന്നു, എനിക്ക് അതിൽ നിന്ന് ഒരു സുഖം നേടുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും കർമ്മമല്ല, അതൊന്നും കർമ്മയോഗത്തിലേക്ക് നയിക്കില്ല. പക്ഷേ ഞാനെല്ലാം ചെയ്യുന്നത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ഫലം ഞാൻ കൊതിക്കുന്നില്ല. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് കർമ്മഫലങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് കർമ്മഫലമൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കർമ്മയോഗത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയാം. ഇനി അകർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല, അതിലാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തിൽ കൂടെ മാത്രം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഈ കർമ്മങ്ങളെല്ലാം. അല്ലാതെ എനിക്കിതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല, ഇതിൻ്റെ ഇച്ഛയെ ഞാൻ കൊതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മുടെ മനസ്സ് ഒരു നിശ്ചലാവസ്ഥയിൽ എത്തും. ആ ഇത് ചിന്തയില്ല, മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കി. ഞാൻ ഇതിന് മുന്നത്തെ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ചിന്തയില്ലാണ്ട് മനസ്സിനെ വയ്ക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ പറ്റില്ല, നമുക്ക് ഒരു മിനിറ്റ് തന്നെ പറ്റില്ല. എന്നിട്ടാണോ ധ്യാനം ചെയ്യാൻ പോകുന്നത്, 10 മിനിറ്റ് ധ്യാനത്തിലിരിക്കുന്നത്? 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, നമ്മുടെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള ബന്ധുക്കളെ പറ്റിയിട്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ധ്യാനിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കർമ്മങ്ങളിൽ ഒന്നിലും താല്പര്യമില്ല, ഒരു ഫലവും ഇച്ഛിക്കാതെ ഇതെല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം നേടി മനസ്സിനെ ഒരു നിശ്ചലാവസ്ഥയിൽ എത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അകർമ്മം. അത് മാത്രമേ അകർമ്മമാവുന്നുള്ളൂ. ഇപ്പോൾ വെറുതെ ഇരിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അകർമ്മമല്ല, അത് കർമ്മം തന്നെയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവിടെ. ആ നിശ്ചലാവസ്ഥ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലാണ് അവരെ തത്വദർശികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പോലും ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ഇതിൽ എന്താണ് കർമ്മം ഏതാണ് അകർമ്മം എന്നുള്ളത്. അതൊക്കെ അവർക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ് കൊണ്ടാണ് അവർ ഇതാണ് യഥാർത്ഥ കർമ്മം എന്നും ഇതാണ് അകർമ്മം എന്നും പറയുന്നത്. അങ്ങനെയുള്ള തത്വദർശികൾ ധാരാളം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നതും അകർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതും അല്ലേന്ന് നീ ശങ്കിക്കേണ്ട ആവശ്യമില്ല അർജുന. 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിയത്. അടുത്ത ദിവസം 17ാമത്തെ ശ്ലോകം. അസ്മിൻ പരാത്മന്നനുപാദ്മകൽപേ ത്വമിത്തമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.